സങ്കീർത്തനം 14. ദൈവമില്ല എന്ന് മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു. മ്ലേച്ഛതയിൽ മുഴുകി അവർ ദുഷിച്ചിരിക്കുന്നു. നന്മ ചെയ്യുന്നവർ ആരുമില്ല. കർത്താവ് സ്വർഗത്തിൽ നിന്ന് മനുഷ്യമക്കളെ നോക്കുന്നു. ദൈവത്തെ തേടുന്ന വിവേകികളുണ്ടോ എന്ന് അവിടുന്ന് ആരായുന്നു. എല്ലാവരും വഴിതെറ്റി ഒന്നുപോലെ ദുഷിച്ചുപോയി. നന്മ ചെയ്യുന്നവനില്ല, ഒരുവൻ പോലുമില്ല. ഈ അധർമ്മികൾക്ക് ബോധമില്ലേ? ഇവർ എൻ്റെ ജനത്തെ അപ്പം പോലെ തിന്നൊടുക്കുന്നു. ഇവർ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നില്ല. അവിടെ അവരെ പരിഭ്രാന്തി പിടികൂടും. എന്തെന്നാൽ ദൈവം നീതിമാന്മാരോടു കൂടെയാണ്. നിങ്ങൾ ദരിദ്രൻ്റെ പ്രതീക്ഷകൾ തകർക്കാൻ നോക്കും, എന്നാൽ കർത്താവ് അവന് അഭയമായുണ്ട്. ഇസ്രായേലിൻ്റെ വിമോചനം സിയോനിൽ നിന്ന് വന്നിരുന്നെങ്കിൽ. കർത്താവ് തൻ്റെ ജനതയുടെ സുസ്ഥിതി പുനഃസ്ഥാപിക്കുമ്പോൾ യാക്കോബ് ആനന്ദിക്കും, ഇസ്രായേൽ സന്തോഷിക്കും. സഹോദരരെ, ദാവീദിൻ്റെ ഈ സങ്കീർത്തന ഭാഗത്ത് മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്ന ചിന്തകളും ഒരു നീതിമാൻ ദൈവത്തെ പ്രതീക്ഷിച്ച് അവനിലൂടെ ലഭിക്കുന്ന എല്ലാ നന്മകളെപ്പറ്റിയുള്ള ചിന്തകളുമാണ് ഇവിടെ പറയുന്നത്. മൂഢനെന്ന് ഇതിൽ പറഞ്ഞിരിക്കുന്നത് ദൈവമില്ല എന്ന് ചിന്തിക്കുന്നവരെ പറ്റിയാണ്. അവർ ഇന്ന് നമ്മൾ പറയുന്ന നിരീശ്വരവാദികൾ. അവർ ദൈവത്തിൽ വിശ്വസിക്കുന്നില്ലെന്ന് മാത്രമല്ല, അവരവരുടെ ബോധ്യത്തിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നു. കാരണം ദൈവമുണ്ട് എന്ന് വിചാരിച്ചാൽ ചില കാര്യങ്ങളിൽ അവർക്ക് തെറ്റുകൾ ചെയ്യാനായിട്ട് സാധ്യമല്ലാതെ വരുന്നതുകൊണ്ട് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പറയുന്നത് പോലെ തിന്മ പ്രവർത്തിക്കുന്ന ഏവനും വെളിച്ചത്തെ വെറുക്കുന്നു, തൻ്റെ പ്രവൃത്തികൾ വെളിപ്പെടാതിരിക്കാൻ വെളിച്ചത്തിലേക്ക് വരുന്നതുമില്ല എന്ന് പറഞ്ഞാൽ, ഒരു സത്യസന്ധമായ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അവർ ദൈവത്തെ മറക്കാൻ കണ്ടെത്തുന്ന കാരണം അവർക്ക് അവരുടെ സ്വന്തം കഴിവിലുള്ള വിശ്വാസത്തിൽ കാണിക്കാവുന്ന തെറ്റുകളെ പറ്റിയുള്ള ആ ബോധ്യം കാരണമാണ്. അവർ ചെയ്യുന്നത് സ്വയമായ തെറ്റുകൾ മാത്രമല്ല, ഈ സങ്കീർത്തന ഭാഗത്ത് പറയുന്ന പോലെ തന്നെ ഇവർ എൻ്റെ ജനത്തെ അപ്പം പോലെ തിന്നൊടുക്കുന്നു. അവർ സ്വയം നിരീശ്വരവാദത്തിൽ അടിമപ്പെട്ടു എന്ന് മാത്രമല്ല, ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ കാണുന്നുണ്ട് അത് എല്ലാ തലത്തിലുമുള്ള ആളുകൾക്കിടയിൽ അത് വിളംബരം ചെയ്യുകയും ദൈവത്തെ വിശ്വസിക്കുന്നവരോട് പോലും നിങ്ങളെ നോക്കുന്നതും നിങ്ങൾ ചെയ്യുന്നതും നിങ്ങളുടെ കഴിവുകൊണ്ടാണെന്ന് പറഞ്ഞ് ദൈവത്തിൽ നിന്ന് അകറ്റുവാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. അവരുടെ കൂടെ ഒരു നിമിഷമെങ്കിലും അതേപ്പറ്റി അങ്ങനെയാണോ എന്ന് ചിന്തിച്ചു പോയാൽ അവരെ പോലെ തന്നെ നമ്മളും ആ ദുഷ്ടതയിലേക്ക് നടന്നു പോവുകയാണ്. അതുകൊണ്ടാണ് ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യമക്കളെ നോക്കുന്നു, ദൈവത്തെ തേടുന്ന വിവേകികളുണ്ടോ എന്ന് നോക്കുന്നു, പക്ഷേ ആരെയും കണ്ടില്ല എന്ന് പറയുന്നത്. ഈ ഒരു തരത്തിലല്ലേ മറ്റൊരു തരത്തിൽ ഈ നിരീശ്വരവാദത്തിൻ്റെ ഈ കാലഘട്ടത്തിൽ അവരോട് ചേർന്നല്ലേ അവരുടെ ഒപ്പം നിൽക്കുന്ന പലരും ഈ ദൈവത്തിൻ്റെ സ്നേഹത്തെ മറന്നുകൊണ്ട് ചിലപ്പോൾ ചിന്തിക്കുന്നത് ദൈവം കാണുന്നുണ്ട്. എന്നിരുന്നാൽ പോലും ഇതിൽ നിന്നും അകന്ന് ദൈവത്തെ സ്നേഹിക്കുകയും ദൈവം ആണ് എന്നെ പോറ്റുന്നതെന്നും ദൈവം എനിക്കായി നല്ലൊരു മാർഗം കാണിച്ചു തരുമെന്നുള്ള വിശ്വാസത്തിൽ നമ്മൾ അങ്ങനെ ചിന്തിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ദൈവം പറയുന്നു, ദൈവം നീതിമാന്മാരോട് കൂടെയുണ്ട്, ദരിദ്രനെ അവൻ എപ്പോഴും അഭയമായുണ്ട്. അതുകൊണ്ട് സങ്കീർത്തനം 14 നമ്മളെ ഇങ്ങനെയാണ് പ്രാർത്ഥിക്കാൻ പ്രേരിപ്പിക്കുന്നത്. നിൻ്റെ രാജ്യം വരയണമേ, നിൻ്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. നമ്മുടെ ജീവിതത്തെ ഒരു രാജ്യരീതിയിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ദൈവത്തിൻ്റെ ഭരണത്തെ അട്ടിമറിക്കാൻ ദൈവമില്ല എന്ന് പറയുന്ന ഈ വിഡ്ഢികൾക്ക് കഴിയില്ല. കാരണം ദൈവം തൻ്റെ ജനത്തിനും ദരിദ്രർക്കും നീതിമാന്മാർക്കും വേണ്ടി ഭരിക്കും എന്നൊരു ഉറപ്പുകൂടിയാണ് ഈ സങ്കീർത്തനം. കാരണം ആത്മാവിൽ ദരിദ്രർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ്. നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ, അവർ തൃപ്തരാക്കും എന്ന ദൈവവചനം. ആ ദൈവവചനം നമ്മളെ ശുദ്ധീകരണത്തിനും ഇതിൽ തന്നെ പറയുന്ന ഇസ്രായേലിൻ്റെ വിമോചനം സിയോനിൽ നിന്ന് വന്നിരുന്നെങ്കിൽ എന്ന വാക്കിൽ ഈശോ മിശിഹ തമ്പുരാൻ്റെ വരവിനെ പ്രതീക്ഷിച്ചിരുന്ന ദാവീദിൻ്റെ ആഗ്രഹത്തെയുണ്ട്. ആ ഈശോ മിശിഹ തമ്പുരാൻ്റെ ശുദ്ധീകരണ രക്തവും അവൻ്റെ തിരുശരീരവും നമ്മൾ സ്വീകരിക്കുക വഴി, അവൻ്റെ വചനത്തെ നമ്മൾ അംഗീകരിക്കുക വഴി നമ്മൾ ജീവിതത്തിൻ്റെ പുതുമയിലേക്ക് വരികയും ദൈവവുമായിട്ടുള്ള ബന്ധം എപ്പോഴും ഗാഢമായി കൊണ്ടു നടക്കാനും സാധിക്കും. അതുകൊണ്ട് സർവ്വശക്തനായ ദൈവം നമുക്ക് ഈശോ മിശിഹ തമ്പുരാനായി കാണിച്ചു തന്ന ദൈവവചനത്തിൻ്റെ മാർഗങ്ങളിലൂടെ സഞ്ചരിക്കാനും ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിലനിന്നുകൊണ്ട് പോകുവാനും എപ്പോഴും ഇടവരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.